എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടോംസ് എബ്രഹാം. യൂദ സ്കൂൾ ഓഫ് യോഗയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. 2001 ജനുവരിയിൽ ആരംഭിച്ചതാണ് യുവത സ്കൂൾ ഓഫ് യോഗ. ഇപ്പോൾ അതിൻ്റെ പ്രയാണം 25 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ യോഗയുടെ പരിശീലന പദ്ധതികൾക്ക് പുറമെ ആധുനിക മനഃശാസ്ത്രത്തെ കൂടെ പരിചയപ്പെടുത്തുന്നതിനും യോഗയും ആധുനിക മനഃശാസ്ത്രവും തമ്മിലുള്ള ഒരു ബന്ധത്തെ വിശകലനം ചെയ്യുന്നതിനുമായി മനോലോകം എന്ന പേരിൽ ഒരു 6 മാസ പരിശീലന പദ്ധതി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആമുഖം എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ ഈ ഒരു വിശദീകരണം നൽകുന്നത്. ഇത് നമ്മൾ ഏകദേശം 15 ഭാഗങ്ങളായി ആധുനിക മനഃശാസ്ത്രവും അതിലൂടെയുള്ള ചില പ്രശ്നങ്ങളും യോഗയും ആധുനിക മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധവും വിശകലനം ചെയ്യുന്നു. യോഗയെ ആൻഷ്യൻ സൈക്കോളജി എന്ന് തന്നെയാണ് പറയുക. പതഞ്ജലിയുടെ നിർവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കലാണ് യോഗ. അല്ലെങ്കിൽ മനസ്സിൽ നമുക്ക് കൺട്രോൾ വരുത്തുന്ന പ്രവർത്തനങ്ങളെയാണ് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ അർത്ഥം, ആ പദത്തിൻ്റെ മീനിങ്, ഡെഫിനിഷൻ തുടങ്ങിയവയൊക്കെ ആമുഖമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. തുടർന്ന് ഗ്ലോബൽ സൈക്കോളജി അല്ലെങ്കിൽ വേൾഡ് സൈക്കോളജി, അവയുടെ ആരംഭവും അതിൽ ഓരോ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന വികാസവുമൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു. തുടർന്ന് ഇന്ത്യൻ സൈക്കോളജിയെ നമ്മൾ പരിചയപ്പെടുന്നു. 4 ഘട്ടങ്ങളിലായി വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സൈക്കോളജി, മോഡേൺ സൈക്കോളജിക്ക് നമ്മൾ ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുന്ന ഇൻഡിജനൈസേഷൻ എന്ന ടേമിൽ ഉപയോഗിക്കപ്പെടുന്ന നമ്മളുടെ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ നമ്മൾ വിശദമായി 2ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. 3ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ്, കൺസെപ്ഷൻ ടു ഡെത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് മോഡേൺ സൈക്കോളജി അതിനെ ഡീൽ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ജീവൻ അങ്കുരിക്കുന്നത് മുതൽ അത് ശരീരം പ്രാപിച്ച് അവസാനം മരണം വരെ എത്തുന്ന ഘട്ടത്തെ വിവിധ ഭാഗങ്ങളായിട്ട്, ഇൻഫൻസി സ്റ്റേജ് അല്ലെ പ്രീനറ്റൽ സ്റ്റേജ്, തുടർന്ന് ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ് തുടങ്ങിയ വ്യത്യസ്ത സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ നമ്മൾ 3ാമത്തെ ഭാഗമായിട്ട് കാണുന്നു. തുടർന്ന് 4ാമത്തെ ഭാഗത്തിൽ ചർച്ച ചെയ്തിരിക്കുന്നത് മനസ്സും നമ്മുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് മനസ്സ്, എങ്ങനെയാണ് പ്രവർത്തിക്കുക, ഏതൊക്കെ തരം മനസ്സുകളുണ്ട്, അതേപോലെ ഓർമ്മ, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓർമ്മിക്കാൻ സാധിക്കുക, ഏതൊക്കെ തരം ഓർമ്മകളുണ്ട്, അവയെ മനസ്സിലാക്കിയതിന് ശേഷം തുടർന്ന് മറവിയെപ്പറ്റി നമ്മൾ പഠിക്കുന്നു. ഫോർഗറ്റിംഗ്, എന്തുകൊണ്ടാണ് മറക്കുന്നത്, ഏതൊക്കെ ഘടകങ്ങളാണ് അതിനെ പിന്തുണയ്ക്കുന്നത്, എങ്ങനെ ഇവയെ നമുക്ക് തരണം ചെയ്യാം, മറവി എങ്ങനെ മാറ്റാം, അതിൻ്റെ വിവിധ ടെക്നിക്കുകളെയൊക്കെ നമ്മൾ 5ാമത്തെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. തുടർന്ന് 6ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ തിങ്കിങ്, വിവിധ തരം ചിന്തകൾ എങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ വിവിധ മെത്തേഡുകളെയൊക്കെ നമ്മളവിടെ പരിചയപ്പെടുന്നു.
തുടർന്ന് വരുന്ന 7ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് 11th എഡിഷൻ, അതുപോലെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൻ്റെ 5th എഡിഷൻ തുടങ്ങിയവ എങ്ങനെയാണ് വിവിധ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതിനെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനും ചേർന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്ന മാനുവലാണ്. അവിടെ സൈക്കോസിസ്, ന്യൂറോസിസ് തുടങ്ങിയ ക്ലാസിഫിക്കേഷനിലൂടെ വിവിധ മനോരോഗങ്ങളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുക എന്നുള്ളതിനെ നമ്മളൊന്ന് പരിചയപ്പെടുന്നു. പിന്നീട് 8ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ യോഗയിലെ ടെക്നിക്കുകൾ എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ സഹായിക്കുക, അവയെ പരിഹരിക്കാൻ സഹായിക്കുക എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് പ്രിവെൻറ്റീവ് മെഷറായിട്ട് എങ്ങനെ യോഗ പ്രാക്ടീസ് നമുക്ക് മനോനിലയെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. 9ാമത്തെ വിഭാഗത്തിലേക്ക് വരുമ്പം സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. അവിടെ നമ്മൾ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി പോലെയുള്ള തിയറികളും വ്യത്യസ്ത പേഴ്സണാലിറ്റി തിയറീസിനെയൊക്കെ നമ്മളവിടെ പരിചയപ്പെടുന്നു. തുടർന്ന് വരുമ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന് എന്തെല്ലാം കാരണങ്ങളാണ് ഉണ്ടാകുക, അവയുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കാണാം, സോഷ്യൽ റീസൺസ് കാണാം, മറ്റ് സൈക്കോളജിക്കൽ റീസൺസ് കാണാം, എൻവയൺമെൻറ്റൽ പരിസ്ഥിതിയുടെ കാര്യങ്ങൾ കാണാം. ഇങ്ങനെ വിവിധ ഘടകങ്ങൾ എങ്ങനെ ഒരു വ്യക്തിയുടെ മനസ്സിനെ ബാധിക്കുന്നു, എങ്ങനെയാണ് ഇവയൊക്കെ ഡിസോർഡേഴ്സിലേക്ക് നയിക്കുക എന്നതിനെപ്പറ്റി നമ്മളവിടെ കാണുന്നുണ്ട്. ഇനി 11ാമത്തെ വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ, പ്രതിരോധ ശേഷിയെ എങ്ങനെയാണ് മനസ്സും ന്യൂറോൺസും ഒക്കെ അഫക്റ്റ് ചെയ്യുക, അല്ലെ എങ്ങനെ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളവിടെ ചർച്ച ചെയ്യുക. പിന്നീട് 12ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്ന സ്ട്രെസ്, അതിൻ്റെ കോപ്പിംഗ് സ്ട്രാറ്റജീസിനെ പറ്റിയാണ് പഠിക്കുക. ടാസ്ക് ഓറിയൻറ്റഡ് ആയിട്ടും ഇമോഷണൽ ഓറിയൻറ്റഡ് ആയിട്ടും അവോയ്ഡൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിവിധ മെത്തേഡുകൾ അവിടെയുണ്ട്. അവയൊക്കെ എങ്ങനെ നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആ ഒരു വിഭാഗത്തിൽ ചർച്ച ചെയ്യുക. തുടർന്ന് 13ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സ്ട്രെസ്സിനെ മാത്രം മാനേജ് ചെയ്യാനുള്ള യോഗിക് ടെക്നിക്സുകൾ, അത് മോഡേൺ സൈക്കോളജി പോലും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അനേകം റിസർച്ചിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ള ടെക്നിക്കുകൾ, വിവിധതരം ടെക്നിക്കുകളെയാണ് നമ്മളവിടെ പരിചയപ്പെടുന്നത്. അവിടെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, അല്ലെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ ടെക്നിക്ക്, അല്ലെ ബയോ ഫീഡ്ബാക്ക്, എക്സസൈസുകൾ, ഫെയ്ത്ത് ഫാക്ടർ, ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിനെ എംപവർ ചെയ്യും എന്നുള്ളതിനെയൊക്കെ ഈവൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വരെ സ്റ്റഡികളെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് അത്തരം കാര്യങ്ങളെ നമ്മളവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നീട് 14ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ലൈഫ് സ്കിൽസിനെ പറ്റി നമ്മളവിടെ പരിചയപ്പെടുന്നുണ്ട്. എന്തൊക്കെ സ്കില്ലുകളാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്, അവയെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം തുടങ്ങിയ കാര്യങ്ങളെ നമ്മളവിടെ ചർച്ച ചെയ്യുന്നു. പിന്നീട് സൈക്കോളജിയും നമ്മുടെ ജീവിതവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അത് ഏൻഷ്യൻ സൈക്കോളജി ആയിക്കോട്ടെ, മോഡേൺ സൈക്കോളജി ആയിക്കോട്ടെ, അവ എങ്ങനെയാണ് നമ്മളുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സഹായിക്കുക, അവയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുക എന്നുള്ളതിനെയാണ് 15ാമത്തെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ സൈക്കോളജിയുടെ ഏറ്റവും പ്രാരംഭഘട്ടം മുതൽ, അതിൻ്റെ വേർഡ് മീനിങ് മുതൽ നമ്മുടെ നിത്യജീവിതത്തിൽ അതെങ്ങനെ ഉപയുക്തമാകുന്നു എന്നുവരെയുള്ള കാര്യങ്ങളെ ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചിരുന്ന 15 ഭാഗങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മുടെ മനോലോകം എന്നുള്ള ഈ ഒരു പരിശീലന പദ്ധതി പര്യവസാനിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ മനോലോകത്തിലേക്ക് പങ്കെടുത്ത് നമ്മുടെ ആധുനിക മനഃശാസ്ത്രവും യോഗയും എങ്ങനെയൊക്കെ മനസ്സിനെ കൈകാര്യം ചെയ്യുന്നു, അവയെ എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാം, അങ്ങനെ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിശദീകരണവും സംശയ നിവാരണങ്ങളും ഒക്കെ വരുത്തി എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, ആനന്ദപൂർണമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാവട്ടെ, ഓരോ നിമിഷവും ആനന്ദിക്കുക യോഗയുടെ രീതി അനുസരിച്ചിട്ട് എന്നുള്ളൊരു ആശംസയോടെ നിർത്തുന്നു.